കേരളത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് വയനാടിന് സഹായം നൽകാൻ സമയമായിട്ടില്ല എന്നാണ്. ഇതാ പിന്നാലെ രാജസ്ഥാനിൽ നിന്നുള്ള മുൻ BJP MLA പറയുകയാണ് ഇത് ഗോവധം ഉള്ളത് കൊണ്ട് ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. എന്ത് പറയാൻ എന്നല്ലാതെ ഇതിൽ കൂടുതൽ എന്താണ് ചോദിക്കാനുള്ളത് സിബി? തീർച്ചയായും സിജു അത് തന്നെയാണ്. കാരണം കേരളത്തിൽ ഈ ഒരു വളരെ വലിയൊരു അത്യാപത്ത് സംബന്ധിച്ച ഈ ഒരു ഘട്ടത്തിൽ പോലും BJP നേതാക്കൾക്ക് കേരളത്തോടുള്ള ഒരു സമീപനം എന്താണ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ രാജസ്ഥാനിലെ മുൻ MLAയും അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവുമായ അഹൂജയുടെ ഈ ഒരു വിവാദ പ്രസ്താവന എന്ന് പറയുന്നത്. പൂർണ്ണമായും വയനാട്ടിലെ ദുരന്ത ഭൂമി അദ്ദേഹം അപമാനിക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു പ്രതികരണത്തിലാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഗോവധം ഉള്ളത് കൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് രാജസ്ഥാനിലെ BJP നേതാവായ ഗ്യാൻദേവ് അഹൂജ പറഞ്ഞത്. ഈ ഗോഹത്യയുടെ ഒരു അനന്തര ഫലമാണ് ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ. നേരത്തെ 2018 ദുരന്ത കാരണവും ഇത് തന്നെയായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഗോവധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഇനിയും ദുരന്തങ്ങൾ തുടരും എന്നുള്ളൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. നേരത്തെയും ഇത്തരത്തിൽ ഈ ഗോവധവുമായി ബന്ധപ്പെട്ട വിവാദമായി പ്രസ്താവന നടത്തിയ ആളാണ് രാജസ്ഥാനിലെ BJP നേതാവായ ഗ്യാൻദേവ് അഹൂജ. എന്തായാലും BJP നേതാക്കൾക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ BJPയുടെ നമുക്കറിയാം അമിത്ഷാ ഈ പാർലമെന്റിലടക്കം പറഞ്ഞത് നേരത്തെ ഇത്തരത്തിൽ സിജി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമിത്ഷാ അടക്കം പാർലമെന്റ് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു. സുരേഷ് ഗോപി പറഞ്ഞ ഇനിയും സമയമായിട്ടില്ല, കേരളം ആവശ്യപ്പെടട്ടെ സഹായിക്കാമെന്ന രീതിയിൽ സുരേഷ് ഗോപി പ്രതികരിക്കുന്നു. ഇപ്പോൾ രാജസ്ഥാനിലെ BJP നേതാവ് പറയുന്നത് അവിടെ ഗോവധം ഉണ്ടായതിന്റെ ഒരു അനന്തര ഫലം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിഭാഗ പ്രദേശമായ മലപ്പുറം പോലുള്ള ജില്ലകളുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞാണ് ഈ ഒരു വിവാദമായ പ്രസ്താവന നടത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 2017 ഈ പശുക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പശുക്കളെ കശാപ്പ് ചെയ്യുന്നവരെ കൊല്ലണമെന്ന് അന്ന് ഈ പറഞ്ഞ ആൾ കൂടിയാണ് ഈ ഒരു അഹൂജ എന്ന് പറയുന്നത്. അന്നും അത് ഏറെ വിവാദമായിരുന്നു. മാത്രമല്ല 2018 ലാലവണ്ടി ഗ്രാമത്തിൽ പശുക്കടത്തുകാരനെ കൊലപ്പെടുത്തിയ പ്രതികളെ അദ്ദേഹം പ്രശംസിച്ച് സംസാരിക്കുകയും ഗോവധം തീവ്രവാദത്തെക്കാൾ വലിയ കുറ്റമാണെന്ന് അവകാശപ്പെടുകയും അങ്ങനെ നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ കൂടിയാണ് ഈ അഹൂജ. ഈ അഹൂജയാണ് വീണ്ടും ഈ ഒരു ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ പോലും കേരളത്തെയും വയനാട്ടിലെ ഈ ദുരന്ത ഭൂമിയും അപമാനിച്ചുകൊണ്ട് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. സിജു, ശരി, സിബിയാണ് വിവരങ്ങൾ നൽകിയത്. ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന കവിവാക്യം അന്വർത്ഥമാക്കുകയാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ നേതാക്കളും. വിവരങ്ങളാണ് CBC ജോസഫ് ദില്ലിയിൽ നിന്നും നൽകിയത്.